പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനാഭിഷേകം എന്ന ഈ ശുശ്രൂഷയുടെ 3-ാം ദിവസം, ഈ അവസാന ദിവസത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ ദിവസം ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും, പ്രത്യേക ശുശ്രൂഷകൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മതൻ ചാരേ ഞങ്ങളണഞ്ഞിടുന്നു, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അമ്മതൻ ചാരേ ഞങ്ങളണഞ്ഞിടുന്നു, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അമ്മതൻ ചാരേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പോരാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനത്തിൻ്റെ ഒരഭിഷേകം, വചനാഭിഷേകം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകി. നമ്മൾ കേട്ട വചനങ്ങൾ അത് നമ്മുടെ നല്ല നിലമാകുന്ന ഹൃദയത്തിൽ വീഴണം, അത് ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ കേട്ട വചനങ്ങൾ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ശുശ്രൂഷയോടെ എല്ലാവരും കാണിക്കുന്ന സ്നേഹത്തിനെ ഓർത്ത്. ഒത്തിരിയേറെ പേരെ പറഞ്ഞു ഈ ശുശ്രൂഷ അനുഗ്രഹമാണ്. ഒത്തിരി സന്തോഷം. ഇനിയും ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവം നമ്മെ ഉയർത്തട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അവസരം തന്ന ഷെക്കേന ടെലിവിഷൻ, ബഹുമാനപ്പെട്ട സന്തോഷ് കരുമത്ര ബ്രദർ, നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ ഇനിയും അനേകം മക്കൾ ലോകം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാൻ ഇടയാകട്ടെ. നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ശബ്ദമായി ഈ ചാനൽ കൂടുതൽ കൂടുതൽ കൃപയാൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. But you will receive the power when the Holy Spirit has comes upon you. And you will be my witness in Jerusalem, Judah and Samaria and to the ends of the earth. ലോകം മുഴുവൻ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് വേണ്ടി എങ്ങനെ നിലനിൽക്കാൻ പറ്റും, വീണു പോകാതെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നിലനിന്ന് പോകാൻ പറ്റും, വിശ്വാസത്തിൽ
ക്ഷയിച്ചു പോകാതെ, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ, ആ വിശ്വാസത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, നമ്മുടെ അഭിഷേകത്തെ നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വിരിച്ചു പിടിക്കാം. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങുന്ന സമയമാണ്. അഭിഷേകത്തോടുകൂടി ഈ ശുശ്രൂഷകളോട് ചേർന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉച്ചസ്വരത്തിൽ നമുക്ക് ചൊല്ലാം. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവിക പുണ്യങ്ങളാലും ദൈവിക പുണ്യങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാലും വരദാന ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവവചനത്താൽ ദൈവവചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഭാരങ്ങളെയും പ്രയാസങ്ങളെയും തകർച്ചകളെയും വേദനകളെയും മാറ്റി ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, തിരുസഭയെ സ്നേഹിക്കുവാൻ, വൈദികരെ സ്നേഹിക്കുവാൻ, സമർപ്പിതരെ സ്നേഹിക്കുവാൻ, ആത്മായ ശുശ്രൂഷകരെ സ്നേഹിക്കുവാൻ, ദൈവജനത്തെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ഈ സമയം ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളോട് ഈ ലോകത്തിൽ ആരെല്ലാം പറഞ്ഞാലും ഇത് നടക്കില്ല, ഇതിനി ഒരു കാലത്തും നടക്കില്ല, ഈ ലോകത്തിൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ആരെല്ലാം പറഞ്ഞാലും ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം, ഈ നിമിഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തിനോട് പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. For nothing will be impossible with God. Yes, ഈ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി, ഫയർ ഇപ്പോ ദൈവം തരികയാ. യെസ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ഉച്ചസ്വരത്തിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവേ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ കർത്താവേ, തകർന്നുപോയ മനുഷ്യരുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വേദനിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ അവരുടെ കണ്ണുനീരൊപ്പുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, ദൈവസ്നേഹത്താൽ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടട്ടെ. വിശ്വാസം ജ്വലിക്കട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ. സഭയോടുള്ള സ്നേഹം ജ്വലിക്കട്ടെ. ഹോളി, 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 ഹോളി. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി തീ പോലെ, തീ പോലെ, തീ പോലെ കത്തിപ്പടരട്ടെ. ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന മക്കളെ തൊടണമേ. രോഗികളെ സുഖമാക്കണമേ.
ആത്മാവേ വരിക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവ്, യെസ്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും, നമ്മുടെ ജീവിതങ്ങൾ മാറും. ലോകം വിധി എഴുതിയത്, ലോകത്തിന്റെ മുൻപിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലോകം മാറ്റിവെച്ചതിനെ ദൈവത്തിന് ഉയർത്തുവാൻ ഒരു നിമിഷം മതി. ലോകം തള്ളിക്കളഞ്ഞതിനെ ചേർത്തു പിടിക്കുവാൻ, ആ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ജീസസ്. പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് എല്ലാവരും പാടി ആരാധിക്കുന്നു. ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ ശക്തമായി ശക്തമായി ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, എല്ലാവരും അഭിഷേകം ഒരുമിച്ച് സ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആമേൻ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിനാവുകൾ എന്നിൽ പതിയണമേ, അഗ്നിനാവുകൾ എന്നിൽ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ കനിയണമേ. എല്ലാവരും അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടെ എല്ലാവരും പാടി ദൈവത്തെ ആരാധിച്ചേ. അഭിഷേകം പകരണമേ. ഒരിക്കൽ കൂടി ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ജീസസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 2-ാം തിരുവചനം. അഗ്നിയാൽ വിറകെരിയുകയും വെള്ളം തിളക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക സാന്നിധ്യത്താൽ ജനം മുഴുവൻ നിറയപ്പെടട്ടെ. ജനം മുഴുവൻ മാനസാന്തരമില്ലാത്ത മക്കളുടെ മേൽ ദൈവിക ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. പവർ. ജാതികൾ തീരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. ജാതികൾ മുൻപിൽ വിറയ്ക്കും നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. തീ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. കൈകളടിച്ച്. യെസ് പ്രിയപ്പെട്ടവരെ, മോശ ഹോറേബ് മലയിൽ അവിടെ മുൾപടർപ്പ് കത്തി ജ്വലിക്കുന്ന കാഴ്ച മോശ കാണുകയാണ്. മോശ നോക്കിയപ്പോൾ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്.
വ്യാപരിക്കുകയാണ്. എന്നാൽ മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല, ആ മുൾപടർപ്പ് എരിയുന്നില്ല. ഈ അത്ഭുത കാഴ്ച കണ്ട് ഹോറേബ് മലയിൽ മോശ എത്തിയപ്പോൾ ആ മുൾപടർപ്പിലേക്ക് ഇറങ്ങി വന്ന സ്വർഗീയ ശക്തി, പരിശുദ്ധാത്മാ അഭിഷേകം മോശയുടെ മേൽ വ്യാപരിച്ചു. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം മോശയ്ക്ക് അഭിഷേകം കൊടുത്തെങ്കിൽ, നാളുകളായി പ്രിയപ്പെട്ടവരെ പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന സകല മക്കളെയും ഈ സമയം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അഴച്ച് വിടുതൽ നൽകുകയാണ്. Praise the Lord. Amen. മലകൾ തീരും മുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയൻ മേലിറങ്ങണമേ. നീ ആകാശം കീറിയൻ മേലിറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാൽ എൻ്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാൽ എൻ്റെ ഉള്ളം നിറയ്ക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായി കർത്താവിൽ നിന്ന് അകന്നുപോയ, സഭയിൽ നിന്ന് അകന്നുപോയ, കൂദാശകളിൽ നിന്ന് അകന്നുപോയ കർത്താവെ മക്കളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ കരം നീട്ടണമേ. ആമേൻ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ പണ്ട് മോശമേൽ തീ പകർന്നു കൊടുത്തവനേ. തീയിൽ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. തീയിൽ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ. അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവെ കർത്താവേ നന്ദി പറയുന്നു. ആത്മാവേ, ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ദാസരിലേകണമേ. അഗ്നിയിൽ വിശുദ്ധിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ ജ്വലിച്ചവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ വാഗ്ദാന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ തന്നെ അനേക മക്കളെ തൊടുന്നു. ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പാടി ആരാധിച്ചേ. ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്യണമേ. അഗ്നിയിൽ അഭിഷേകം,
അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ദാസരിലേക്കണമേ, ദാസരിലേക്കണമേ. അഗ്നിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ദാസരിലേക്കണമേ. കന്യാമറിയത്തിൽ നിറഞ്ഞവനെ, ശ്ലീഹന്മാരിൽ കവിഞ്ഞവനെ, കന്യാമറിയത്തിൽ നിറഞ്ഞവനെ, ഓ പരിശുദ്ധാത്മാവേ, ശ്ലീഹന്മാരിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. അഗ്നിയിൽ അഭിഷേകം, പരിശുദ്ധാത്മാവേ, വിശുദ്ധിയിൽ അഭിഷേകം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിയിൽ അഭിഷേകം, ഓ ഗ്ലോറി, ദാസരിലേഖണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. എല്ലാവരും ചേർന്ന് പാടാം. അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പാടി പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസമില്ലാത്ത മക്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവിടെ വിശ്വാസം കത്തി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ, അഭിഷേകം ആവർത്തിച്ച് പാടുന്നു. ആത്മാവേ കനിയണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ പ്രിയപ്പെട്ട മക്കളും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി, ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്താൽ ജ്വലിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും ഒരു പുതിയ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഒരു പുതിയ പെന്തക്കോസ്ത വചനത്തിന്റെ അഭിഷേകം പകരണമേ. ജീസസ്, ഹോളി, 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 ഹോളി. യേശുവേ, 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 യേശുവേ. മരണം വരെ കർത്താവ് അങ്ങേ ആരാധിക്കുവാൻ, മരണം വരെ അങ്ങേ സ്നേഹിക്കുവാൻ, മരണം വരെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള നിലനിൽപ്പിന്റെ വരം നൽകണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 മാനസാന്തരമില്ലാതെ, പശ്ചാത്താപമില്ലാതെ, അനുതാപമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന സകല മക്കളുടെ മേലും ദൈവിക ശക്തി ഇപ്പോൾ തന്നെ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളായി കഴിയുന്നവര്, മാറാ രോഗങ്ങളാൽ, വ്യാധികളാൽ കഴിയുന്ന, വിഷമിക്കുന്ന പ്രിയപ്പെട്ട മക്കള്, തളർവാദ രോഗികള്, സന്ധിവാദം, അതുപോലെയുള്ള മറ്റു പല രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം, യേശുവിന്റെ രക്തത്തിലുള്ള സൗഖ്യം, യേശുവിന്റെ വചനത്തിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും വ്യാപരിക്കട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇടപെടണമേ, ഇടപെടണമേ കർത്താവേ. കൊറോണ വൈറസ് മൂലം വേദന അനുഭവിക്കുന്ന ലോകം മുഴുവനുമുള്ള സകല രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും സകല ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിടുതൽ നൽകണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി
Holy Spirit, Holy Spirit, Holy Spirit. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മടുത്ത്, ജീവിതം മരവിച്ച്, ജീവിതം തകർന്ന്, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മക്കളുടെ മേൽ ഒരു പുതിയ പ്രത്യാശയുടെ അഭിഷേകം പകരണമേ. Holy Spirit, Holy Spirit. Hallelujah, hallelujah. പരിശുദ്ധാത്മാവേ. Hallelujah. യേശുവേ, യേശുവേ സ്തുതി. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവേ, എന്നെ നെഞ്ചോട് ചേർക്കണമേ. കർത്താവേ, എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 തിരുവചനം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഡു നോട്ട് ഫിയർ, ഐ ആം വിത്ത് യു. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഈശോയെ, എല്ലാ പ്രിയപ്പെട്ട മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവേ നന്ദി. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകവിജ്ഞാനത്തേക്കാൾ, പരിശുദ്ധാത്മാവേ ദൈവമേ, എല്ലാറ്റിലും ഈശോയെ ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും ഈശോയെ, ഞങ്ങളുടെ പൊന്ന് കർത്താവേ, ഈശോയെ സ്നേഹിക്കുന്നു. ഈശോയെ കർത്താവേ, പരിശുദ്ധാത്മാവേ, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. താതന്റെ മാർവല്ലി ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവിലെ ചൂടെനിക്ക്, താതന്റെ കൈയിലെ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാം, തിരുപാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ.
ആരാധന 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 ആരാധന. കൈകൾ വീശി ഒന്ന് പാടാമോ? എല്ലാ പ്രിയപ്പെട്ട മക്കളും കൈകൾ വീശി. നിങ്ങൾ വീടുകളിലായിരിക്കുന്നവര്, ടെലിവിഷന്റെ മുമ്പിലായിരിക്കുന്നവര്, ഈ ശുശ്രൂഷ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സമയം ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. മനം തുറന്ന് ഹൃദയം തുറന്ന് ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും ദൈവം ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മളെല്ലാവരും യോഗ്യരായിരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ ഒരുപാട് ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നൽകുന്ന ഒരു സന്ദേശമാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 ദിവസങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, വലിയ അനുഗ്രഹങ്ങളുണ്ടായി. നിങ്ങൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ലജ്ജിക്കരുത്. നിങ്ങളത് മറ്റുള്ളവരോട് പറയണം. ഈ ശുശ്രൂഷയെക്കുറിച്ച്, ഈ ഷെക്കൈന ചാനലിനെക്കുറിച്ച്, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ തിരുസഭയിലൂടെ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ, നവമാധ്യമങ്ങളിലൂടെ ദൈവം നൽകുന്ന ശുശ്രൂഷകൾ അനേകർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹത്തോടു കൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് അഭിഷേകത്തിൽ നിലനിൽക്കാൻ സാധിക്കും, കർത്താവിന് വേണ്ടി എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഒരു യഥാർത്ഥ സാക്ഷിയായി എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാവരുടെയും ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ധ്യാനങ്ങൾക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം എല്ലാ മക്കളുടെ മേലും പകരപ്പെടുന്നുണ്ട്. പലരും പല തീരുമാനങ്ങളൊക്കെ എടുത്താണ് വരുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കില്ല, ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ഇങ്ങനെ പല പല തീരുമാനങ്ങൾ, ജപമാല ചൊല്ലും. ഇങ്ങനെ പല തീരുമാനങ്ങൾ കൺവെൻഷൻ്റെ അവസാനം അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അവസാനം നമ്മൾ എടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏതൊക്കെയോ സമയത്ത് നമ്മൾ വീണുപോയി. നീ എടുക്കുന്ന തീരുമാനത്തിൽ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 3 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ വീണു പോകുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് നിലനിൽക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം പൂർണ്ണമായും കർത്താവിലായിരിക്കണം. മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്.
ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങളിലൂടെ പറയുന്നു, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ അഭയം തേടുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുടെ ഭർത്താവ് വള്ളത്തിൽ പോവുകയാണ്. കടലിൽ പോയി മത്സ്യം കൊണ്ടുവന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബം. കുറച്ച് നാൾ മുമ്പ് ഈ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇത്തിരി മോശമാണ്, കടലിൽ പോയിട്ടൊന്നും കിട്ടുന്നില്ല, അവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചേച്ചി പറഞ്ഞു, ഇന്ന് ചേട്ടൻ അതിരാവിലെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് മത്സ്യത്തെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചേച്ചി ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു. Praise the Lord. ആ ചേട്ടൻ വെളുപ്പിനെ പോയി കടലിൽ മുട്ടുകുത്തി 2 കരങ്ങളും ഉയർത്തി ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി 2 കൈകളും വിരിച്ച് ചേച്ചി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. ചേച്ചിയുടെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ, ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകണമേ, ചേട്ടന് മീനെ കൊടുക്കണമേ. കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് ഇറങ്ങിയ ആർക്കും മീൻ കിട്ടിയില്ല. ഈ ചേട്ടൻ്റെ വള്ളം നിറയെ മീനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് വഞ്ചിയുമായിട്ട് ഇറങ്ങി. രാത്രി മുഴുവൻ അവൻ മീനെ പിടിക്കാൻ നോക്കി, ഒന്നും കിട്ടിയില്ല. അവൻ അറിയാവുന്ന വിധത്തിലൊക്കെ വല വീശി, ഒന്നും കിട്ടിയില്ല. എന്നാൽ പിറ്റേന്ന് കർത്താവ് വന്നപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇവിടെ വലയിറക്ക്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. രാത്രി മുഴുവൻ അവിടെ കിടന്ന് സകല സ്ഥലങ്ങളിലും വലയിറക്കി ഒരു മീനെ പോലും കിട്ടാതെ നേരം വെളുപ്പിച്ച പത്രോസിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, വലയിറക്കാൻ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇവിടെ കുറേ നാളായിട്ട് ഞാൻ വലയിറക്കുക, ഇവിടെ ഇട്ട ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞപ്പോൾ, പത്രോസേ, നീ ഇവിടെ വലയിറക്ക് എന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, പത്രോസ് അവിടെ വലയിറക്കി. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. പ്രിയപ്പെട്ടവരെ, വള്ളം നിറയെ മത്സ്യത്തെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അവരുടെ വള്ളം തികയാതെ വന്നു. വേറൊരു വള്ളവും കൂടി വിളിച്ചു. 2 വള്ളം നിറയെ മത്സ്യത്തെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മളെ മുമ്പോട്ട് നടത്തുന്നത് കർത്താവിലുള്ള അടിയുറച്ച ആശ്രയത്വമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. എന്നാൽ നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്നും മാറി മനുഷ്യരിലേക്ക്, വ്യക്തികളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക്, സാധ്യതകളിലേക്കൊക്കെ പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അവസാനം നിരാശയുണ്ടാകുന്നത്. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങളിൽ
ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പൊ കർത്താവിൽ ആശ്രയിച്ചിട്ട് ഇന്നേ വരെ, കർത്താവിൽ ആശ്രയിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഇന്നേ വരെ ആരും തകർന്നു പോയിട്ടില്ല, ആർക്കും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8-ാം തിരുവചനം. ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, 2 തിമോത്തി 1:8, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. കണ്ടോ, വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എപ്പോഴും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും സമാധാനമായിരിക്കും, നല്ല ജീവിതമാണെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, മുറിപ്പെടുത്തലുകൾ ഉണ്ടാകും. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മെ തള്ളിപ്പറയും, നമ്മെ കറിവേപ്പില പോലെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയും. എന്നാൽ അവിടെയൊന്നും നമ്മൾ തളർന്നു പോകരുത്. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിനെ ആശ്രയിച്ചാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരുടെ കൈപിടിച്ച് പറഞ്ഞേ, കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ഒന്ന് പറഞ്ഞേ, ഇടതും വലതും ഇരിക്കുന്നവരുടെ കൈപിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞേ, കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. Praise the Lord. പിന്നെ കർത്താവിൽ ആശ്രയിക്കാത്തതാണ് എല്ലാത്തിനും പ്രശ്നം. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഇന്നേ വരെ ആരും അപമാനിക്കപ്പെട്ടിട്ടില്ല, ലജ്ജിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു, ആദ്യമായി എന്നെ ബ്രദർ എന്ന് വിളിച്ച രസകരമായ സംഭവം. ഞാനന്ന് ഇപ്പോൾ കാണുന്നത് പോലെയല്ല, ഇതിലും വളരെ ക്ഷീണിക്കപ്പെട്ട ശരീരമൊന്നും ഇത്രയൊന്നുമില്ല, വളരെ ചെറുതാണ്. പ്രിയപ്പെട്ടവർ, അന്ന് ആദ്യമായി എന്നെ ഒരു ബ്രദർ വിളിക്കുകയാണ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. പരിചയമുള്ളൊരു ബ്രദറാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, അപ്പോൾ ബ്രദറിന് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരെന്നെ വിളിച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ ഇന്ന ദിവസമാണ് ശുശ്രൂഷ, അപ്പോൾ ഇത്ര മണിക്ക് അവിടെ എത്തണം, ഞങ്ങളുടെ വണ്ടി അവിടെ ഉണ്ടാകും, പിന്നെ തിരികെ സ്ഥലത്തേക്ക്, ശുശ്രൂഷ അടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവർ, ഒത്തിരി സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ഒരു വിഷമം കടന്നു വന്നു. കാരണം എന്നെ ആദ്യം വിളിച്ച ബ്രദറിനെ എന്നെ അറിയാം, എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവരെന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള, അന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയുണ്ട് അരുണിനോട് പറഞ്ഞു, അരുണേ ഇങ്ങനെ അവർ ബ്രദറെന്നെ വിളിച്ചത്, പക്ഷേ എന്നെ കണ്ടു കഴിയുമ്പോൾ ഇനി അവർക്ക് സങ്കടമാകുമോ? അപ്പോൾ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് അരുൺ പറഞ്ഞു, നമ്മൾ
കർത്താവിൽ ആശ്രയിച്ചിട്ടാ പോണേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്കിലും നമ്മുടെ ഈ ശരീരം ഒരു ബ്രദറിൻ്റെ സെറ്റപ്പ് ഒന്നും പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഒന്നുമില്ലെന്നേ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ശുശ്രൂഷ അടക്കുന്ന ദിവസം ഞങ്ങൾ പോവുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് കുറച്ച് കടന്നപ്പോൾ തന്നെ അവരുടെ ഇന്നോവ വണ്ടി വന്നു. ഞാനും അരുണും കൂടി അതിലേക്ക് കയറിയപ്പോൾ തന്നെ അവരുടെ ആദ്യത്തെ ചോദ്യം, അല്ല ബ്രദർ, എന്നിന് അരുൺ പറഞ്ഞു, അല്ല ബ്രദർ ഇതാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ ശുശ്രൂഷ നടക്കുന്ന സ്ഥലം എത്തുന്നത് വരെ അവരെന്നോടൊന്നും മിണ്ടിയിട്ടില്ല. ഈ സമയങ്ങളിൽ എനിക്ക് വളരെ വിഷമമായി. ഞാൻ അവിടെ ശുശ്രൂഷ നടക്കുന്ന അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, വളരെ നേരത്തെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ സ്ഥലം ഉണ്ടാവും? പ്രാർത്ഥിക്കാൻ സ്ഥലമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതും കൂടി കേട്ടപ്പോൾ കർത്താവേ, ഉള്ള ആത്മവിശ്വാസവും പോയി. ഞാൻ വേഗം തന്നെ അരുണിനെ നോക്കി. അരുൺ ചിരിക്കുകയാണോ വിഷമിക്കുകയാണോ എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലേ ആദ്യമേ, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ എന്നെ ബ്രദറെ എന്ന് വിളിക്കാൻ. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിവിടെ അപമാനിക്കപ്പെട്ടത്? കർത്താവിനോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഒരു 3/4 മണിക്കൂറും കൂടിയുണ്ട് ശുശ്രൂഷ തുടങ്ങാൻ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശുശ്രൂഷ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ഇതുവരെ കാണാത്ത ദൈവിക ശക്തി ആ ശുശ്രൂഷയിൽ വ്യാപരിച്ചു. അവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ദൈവത്തെ ആരാധിക്കുക, പലരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ ശുശ്രൂഷയിലൂടെ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ആ ശുശ്രൂഷയുടെ മേൽ സ്വർഗം വാരി വിതറി. പ്രിയപ്പെട്ടവരെ, അനേകർ കരഞ്ഞു പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടായി. ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആൾക്കാരെൻ്റെ അടുത്ത് വന്നു. ബ്രദറെ, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ബ്രദർ ശരിക്കും ബ്രദറാണെന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവർ, എന്നിട്ട് അവർ കരയുകയാണ്. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ തുറന്ന് പറയുക. ഞാൻ ഇത് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തെ നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെ ദൈവം കൈവിട്ട് കളയില്ല. വീണുപോകാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൂടെ നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മരണം വരെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ലോകത്തിൽ അതൊന്നും നമുക്ക് അനുഗ്രഹമാവുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ഈ ജീവിതം മാത്രമല്ല, വരാനിരിക്കുന്ന ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. ശക്തിയോടെ പറഞ്ഞേ. Hallelujah. അഭിഷേകത്തോടെ പറഞ്ഞേ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം തിരുവചനം. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. Praise the Lord. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ്
ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ എത്രയോ അപകടങ്ങൾ നമുക്കുണ്ടായി. ഇന്ന് ജീവനോടെ ഇരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയില്ലേ? വൈദ്യശാസ്ത്രം നമ്മളെ കൈവിട്ടില്ലേ? മരണത്തിന്റെ നിഴൽ വീണ ഇരുണ്ട രാത്രികളിലൂടെ നമ്മൾ സഞ്ചരിച്ചില്ലേ? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മുടെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട് വിട പറഞ്ഞു പോവുകയാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിച്ചു പോയില്ലേ? എന്നിട്ടും ദൈവം നമുക്ക് ജീവിക്കാൻ അവസരം തന്നു. ഇതൊരു പുതിയ ജീവിതമാണ്. എന്തിനാണെന്നറിയോ? കർത്താവിൻ്റെ ശക്തി ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ, കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സകല അപകടങ്ങളിൽ നിന്നും കർത്താവ് സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ വീട് വെറുതെ ഒരു ഷെഡ് മാത്രം വലിച്ചിട്ടിരിക്കുക, വേറെ ഒന്നുമില്ല, ഒരു ഹോള് പോലെ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതേ സ്ഥലത്ത് ചൊല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ ഷെഡ് വലിച്ചിട്ടിരിക്കുന്ന വീട് കാണാനില്ല. അവിടെ വളരെ മനോഹരമായ ആ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും നല്ലൊരു വീട് അവിടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, ഇനി ഇവർ ഈ സ്ഥലം വിറ്റ് പോയോ, ഇനി വേറെ ആരെങ്കിലും വന്നോ? അപ്പോൾ അറിയാൻ കഴിഞ്ഞു, ആ ചേച്ചി തന്നെയാണ്. Praise the Lord. Praise the Lord. എനിക്കറിയണമെന്ന് ആഗ്രഹമായി, എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇവരുടെ ജീവിതം മാറി. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താണ് ഇവിടെ സംഭവിച്ചത്? ചേച്ചി പറഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല, ഇതെല്ലാം ദൈവം തന്നതാണ്. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ചേച്ചി പറയുകയാണ്, ചേച്ചി ഒരു ദിവസം വീട്ടിലായിരിക്കുമ്പോൾ ഒരു മോനും മോളും ഉണ്ട്. മോൻ പുറത്തേക്ക് പോയി, മോള് ചെറുതാണ്. ആ സമയങ്ങളിൽ മോളെ ചേച്ചിയുടെ അനിയത്തി വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചേച്ചി അപ്പോൾ കുളിക്കുവാൻ വേണ്ടി പോയി. ആ സമയങ്ങളിൽ ഫോൺ റിങ് ചെയ്യുക. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ അങ്ങനെ ഫോൺ റിങ് ചെയ്ത എടുക്കാത്ത ഒരാളാണ്, പക്ഷേ പരിശുദ്ധാത്മ ഒരു പ്രേരണ തന്നു, ആ ഫോൺ എടുക്കുന്നു. ചേച്ചി വേഗം തന്നെ ബാത്റൂമിൽ നിന്ന് ഓടി വന്ന് ഫോൺ എടുത്തപ്പോൾ അനിയത്തിയാണ് വിളിക്കുന്നത്. നീ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ചേച്ചി കാര്യം ചോദിച്ചിട്ട് പറയുന്നു, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ചേച്ചിക്ക് പേടിയായി, കാരണം കുഞ്ഞു മോൾ അവിടെയാണ് അനിയത്തിയുടെ കൂടെ, അവൾ എന്തെങ്കിലും പറ്റിയോ. ചേച്ചി വേഗം തന്നെ കുളിക്കാതെ അതേ ഉടുപ്പെടുത്തുകൊണ്ട് തന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് ചേച്ചി ചോദിച്ചു, എന്താ മോളെ വരാൻ പറഞ്ഞു നീ? അവൾ പറഞ്ഞു, വെറുതെ പറഞ്ഞ, ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ചേച്ചി പറഞ്ഞു, എനിക്കിവിടെ സമയമില്ലാണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി തയ്യക്കാരത്തിയാണ്, ടൈലറിംഗ് ആണ് ചേച്ചിയുടെ ജോലി. എനിക്ക് ഒരുപാട് തയ്ച്ചു കൊടുക്കാനുള്ളതാ, നീ എന്താ വെറുതെ ആളെ കളിയാക്കിയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. ചേച്ചിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ചേച്ചി ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടെന്ന് പറയാനൊന്നുമില്ല, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് കിടക്കുക. ചേച്ചി പറയുകയാണ്, ആ ഫോൺ കോള് വന്നത് ദൈവത്തിൻ്റെ എത്ര വലിയ പ്രവൃത്തിയാണ്. ഇല്ലെങ്കിൽ ചേച്ചി ആ വീടിനടിയിലായാനെ. ഒത്തിരി സങ്കടമായി, കാരണം ഇനി വീടില്ല, എവിടെ കയറി കിടക്കും. വീട് പോയ അവസ്ഥ പ്രിയപ്പെട്ടവർ അത്ര വേദനയാണ്. ചേച്ചി വേഗം തന്നെ കണ്ണുനീരോടുകൂടി അടുത്ത ദിവ്യകാരുണ്യ ചാപ്പലിലേക്ക് പോയി.
ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു, കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, അങ്ങ് കൈവിട്ട് കളഞ്ഞിട്ടില്ലല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ ഇട്ട സമയം. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന് ഭക്ഷിക്കാൻ ഒന്നും കൊടുത്തിട്ടില്ല, സിംഹങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ദാനിയേൽ പ്രവാചകനെ ആ കുഴിയിലേക്ക് ഇട്ടപ്പോ സിംഹങ്ങൾ ദാനിയേലിനെ വകവരുത്തുമെന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്നാൽ 6 ദിവസം ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കഴിഞ്ഞു. അവിടെ 7 സിംഹങ്ങളുണ്ട്. ദാനിയേലിനെ സിംഹങ്ങൾ തൊട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ദാനിയേൽ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളായി സിംഹങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ദിവസേന വചനം പറയുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 32 മുതലുള്ള തിരുവചനം. ദിവസേന ഈ സിംഹങ്ങൾക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അത്ഭുതകരമായി ദാനിയേലിനെ ആ സിംഹക്കൂട്ടിൽ രക്ഷിക്കുകയാണ്. സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു. കിലോമീറ്ററുകൾ അകലെയുള്ള ഹബക്കൂക്ക് പ്രവാചകൻ വയലിലേക്ക് തൻ്റെ ജോലിക്കാർക്കുള്ള ഭക്ഷണവുമായി പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ ദാസൻ, എൻ്റെ പൊന്നുമകൻ ദാനിയേൽ ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. നീ ഭക്ഷണം അവന് കൊണ്ടുപോയി കൊടുക്കുക. വേഗം തന്നെ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ബാബിലോൺ എവിടെയാണെന്നോ ഈ സിംഹക്കുഴി എവിടെയാണെന്നോ അറിയില്ല. കർത്താവ് വേഗം തന്നെ ഹബക്കൂക്ക് പ്രവാചകനെ കർത്താവിൻ്റെ ദൂതൻ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയിൽ ദാനിയേലിന്റെ അടുക്കൽ വായുവേഗത്തിലെത്തിക്കുക. വായുവേഗത്തിൽ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ 6 ദിവസമായി 7 സിംഹങ്ങളുടെ കൂടെ കിടക്കുന്ന ദാനിയേലിന്റെ കൈകളിലേക്ക് ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ദൂതൻ ഭക്ഷണം നൽകിയപ്പോ ദാനിയേൽ പറയുന്നൊരു കാര്യമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലതുകരം ഉയർത്തിപ്പിടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ, ദൈവമേ, ദൈവമേ, അങ്ങനെ സ്നേഹിച്ചിരിക്കുന്നു, അങ്ങെന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവമേ, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങ് ഉപേക്ഷിച്ചില്ല. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങേ അങ്ങ് സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവർ, 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. അവിടെ 7-ാം ദിവസം ദാനിയേലിന്റെ അസ്ഥി പോലും ഉണ്ടാവില്ലെന്ന് കരുതി ദാനിയേലിനെ പ്രതി രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. ദാനിയേലിനെ അവിടെ എത്തി. എന്നാൽ രാജാവ് അവിടെ കണ്ടത്, രാജാവ് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാവീദ് അവിടെ ജീവനോടെ ഇരിക്കുന്നത് രാജാവ് കാണുകയാണ്. രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് പറഞ്ഞു, ദാനിയേൽ, കർത്താവിന്റെ ദാസ, നിനക്കൊന്നും പറ്റിയില്ല. വേഗം തന്നെ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു.
എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഇതെങ്ങനെ സംഭവിക്കും, ഇതെന്താകും, ഇതെങ്ങനെയായി തീരും, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പല വഴികളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വഴികളിലൂടെ, നമ്മൾ പോലും വിചാരിക്കാത്ത സമയങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഹബക്കൂക്ക് പ്രവാചകനെ ഉപയോഗിച്ചതുപോലെ ഈ ചേച്ചി ദ്വികാരുണ്യത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേ ആശ്രയിച്ചവരങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് സമാധാനത്തോടു കൂടി ഇറങ്ങി. എന്നെ ചേച്ചി പറയുക, കർത്താവ് എന്നോട് പറഞ്ഞു അടിത്തറ കെട്ടാൻ വേണ്ടി. അടിത്തറ കെട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഈ വീടിൻ്റെ പണി തീർന്നത് എനിക്കൊന്നും അറിയില്ല. ഇതിൻ്റെ സമ്പത്ത് എനിക്ക് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ദൈവം ചെയ്തതാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 ജോഷുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. ജനം മുഴുവൻ ദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹങ്ങളുടെ പുറകെ, അന്യ ദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ ജോഷുവ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുകയെന്ന് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുവിൻ. എന്നിട്ട് ജോഷുവ പറയുകയാണ്, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് വേണ്ടി ഇറങ്ങും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് വേണ്ടി നിൽക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എത്ര പേർക്ക് ഈ ഒരു വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം, അവിടെ ധനവാനും ലാസറും. ഈ ധനവാന് ഒന്നിനും കുറവില്ലായിരുന്നു. അവനെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവവചനത്തിൽ ധനവാനെ കുറിച്ച് പറയുന്നത്. അവനൊന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നു അവന്. ദൈവത്തിൽ അവൻ ആശ്രയത്വമില്ലായിരുന്നു. ദൈവത്തിൽ അവന് വിശ്വാസമില്ലായിരുന്നു. അവൻ്റെ കൂടെ ദൈവമില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ധനവാന്റെ അടുത്ത് തന്നെ ലാസർ എന്ന ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു. അവനൊന്നുമില്ല, ഈ ലോകത്തിൽ ഒന്നുമില്ല. എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർത്താവേ, ദൈവത്തെ വിളിക്കുന്ന ഞങ്ങൾക്കാണല്ലോ ഇത്രയും ഞെരുക്കങ്ങൾ വരുന്നത്. ദൈവത്തെ വിളിക്കാത്ത, പള്ളിയിൽ പോവാത്ത, സഭയ്ക്കെതിരെ നിൽക്കുന്ന, വൈദികരെ കുറ്റം പറയുന്ന അവരുടെ ജീവിതമെല്ലാം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെടുക. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് കർത്താവ് പറയണേ, ധനവാൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാ അനുഗ്രഹിക്കപ്പെട്ടത്? ലാസറിനൊന്നുമില്ലായിരുന്നു. ഈ ലോകത്തിൽ
ലാസറിനൊന്നുമില്ലായിരുന്നു, ധനവാന് എല്ലാം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം. ധനവാൻ എങ്ങോട്ട് പോയി? ധനവാൻ നരകത്തിലും ലാസർ സ്വർഗത്തിലും. ധനവാൻ അപ്പോഴാണ് സത്യം മനസ്സിലാക്കുന്നത്. ധനവാൻ അപ്പോഴാണ് മനസ്സിലായത് ദൈവത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച്, ദൈവാശ്രയ ബോധത്തെക്കുറിച്ച് മനസ്സിലായത് അപ്പോഴാണ്. പക്ഷേ പിന്നീട് മനസ്തപിക്കാൻ പറ്റേല. ഈ സമയങ്ങളിൽ ലാസറിനെ നോക്കി ആ നരകത്തിലെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന ധനവാൻ പറയുന്ന കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? 24 മുതലുള്ള വാക്യം. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അടക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ഇതാരുടെ കാര്യമാണ് ബൈബിളിൽ പറയുന്നത്? ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരാലും ബഹുമാനിക്കപ്പെട്ട, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരാലും ആദരിക്കപ്പെട്ട, ഈ ലോകത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ച, ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒന്നിനും കുറവില്ലാതിരുന്ന ധനവാന്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഇവിടെ വചനം പറയുന്നത്. അവന് ദാഹിക്കുകയാണ്. ആ തീച്ചൂളയിൽ കിടന്ന്, കർത്താവേ, അബ്രഹാമേ, എനിക്കിത്തിരി വെള്ളം തരണമേ, എൻ്റെ നാവ് തണുപ്പിക്കണമേ. വേഗം അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട് ധനവാനോട്. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞത് കേട്ടോ? മകനെ, നീ ജീവിച്ചിരിക്കുന്ന സമയത്തു നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ലാസറിനോ കഷ്ടതകളും. എന്നാൽ അവനിവിടെ ഇപ്പോൾ സന്തോഷിക്കുന്നു, നീ വേദന അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദർശനത്തിലേക്ക് നമ്മൾ വരണം. ഈ ലോകത്തിലെ ജീവിതമെന്ന് പറയുന്നത്, ഇന്ന് മനുഷ്യരുടെ ജീവിതം കണ്ടാൽ മരണമില്ല എന്നുള്ള മട്ടിലാണ് ഓരോ മനുഷ്യർ ജീവിക്കണേ. ഹല്ലേലൂയ. ഒരിക്കലും മരിക്കില്ല എന്ന വിധത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. നിത്യതയെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ ഒരു പ്രത്യാശയില്ലാതെ, ഒരു ബോധമില്ലാതെ ജീവിക്കുക. അതുകൊണ്ടാണ് ധനവാന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഒട്ടകം സൂചിക്കുഴലിലൂടെ പോകുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരെ, വലിയ തടസ്സമാണ് ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. ദൈവത്തെ മറന്ന് ഇന്ന് ജീവിക്കുക, ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുക. ഇവിടെ അബ്രഹാം പറയുകയാണ്, നീ ജീവിച്ചിരുന്ന കാലത്ത് നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. എന്നാൽ ലാസർ ഇപ്പോൾ ഇവിടെ സന്തോഷിക്കുന്നു, നീ വേദന അനുഭവിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ സുഖിച്ചതെല്ലാം നഷ്ടങ്ങളും സഹിച്ചതെല്ലാം നേട്ടങ്ങളുമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്, നമ്മുടെ മരണശേഷം. ഒരിക്കൽ കൂടി പറയാം, ഈ ലോകത്തിൽ സുഖിച്ചതെല്ലാം നഷ്ടങ്ങളും
സഹിച്ചതെല്ലാം നേട്ടങ്ങളുമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സങ്കീർത്തനം പറഞ്ഞു, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പർവ്വതങ്ങളിലേക്ക് നോക്കും. നമ്മളെ സഹായിക്കുന്ന ചില പർവ്വതങ്ങളിലേക്ക് നമ്മൾ നോക്കും, ചില വ്യക്തികളിലേക്ക് നോക്കും, ചില വസ്തുക്കളിലേക്ക് നോക്കും, സാഹചര്യങ്ങളിലേക്ക് നോക്കും, ഈ പർവ്വതങ്ങളിലേക്ക് നോക്കും. എന്നാൽ നമുക്ക് സഹായം വരുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മൾ കൈവിട്ട് കളയരുത്. ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവം നമ്മളെ നിലനിർത്തും. ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുവാനുള്ള രണ്ടാമത്തെ കാര്യം, കൗദാശിക ജീവിതത്തോടും തിരുസഭയോടുമുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കറിയാം, കൂദാശകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1210 ഖണ്ഡികയിൽ സഭ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. നമുക്കറിയാം 7 കൂദാശകളുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, വിവാഹം, തിരുപ്പട്ടം. ഈ 7 കൂദാശകൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ്. 1210 ഖണ്ഡികയിൽ ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 എണ്ണമുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന്, വളരെ ശ്രദ്ധിക്കണമേ, അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇപ്പൊ ക്രൈസ്തവരുടെ വിശ്വാസത്തിൽ ഒരു ജ്വലനം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ, വീണു പോകാതെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, സഭയോടുള്ള ബന്ധം, കൂദാശകളോടുള്ള ബന്ധം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യനാഥനായി ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ജ്വലിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധാത്മാഭിഷേകം വർദ്ധിക്കുകയാണ്. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കുംഭസാരമെന്ന കൂദാശം, കുംഭസാരമെന്ന കൂദാശയിലൂടെ എത്ര വലിയ മാറ്റമാണ് ദൈവജനത്തിൻ്റെ മേല് സ്വർഗം ചെയ്യുന്നത്.
നമ്മൾ വീണു പോയാലും, പാപത്തിൽ വീണു പോയാലും, തെറ്റുപറ്റിയാലും, കുംഭസാരത്തിൽ വൈദികന്റെ അടുക്കൽ വന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാപമോചനം വഴി നമ്മൾ ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെടുകയാണ്. നമ്മൾ വിശുദ്ധരായി മാറുകയാണ്. ഇത്ര വലിയ ശ്രേഷ്ഠമായ കൂദാശ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. ഇത് പറഞ്ഞു പോകേണ്ട ഒന്നല്ല. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. കുംഭസാരത്തിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്ന ദൈവികമായ പുണ്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയണം. Praise the Lord. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൂടെ പല ശുശ്രൂഷകരൊക്കെ വരുമ്പോൾ അവർ പ്രസംഗിക്കുന്ന സമയത്ത് പറയാറുണ്ട്, എൻ്റെ വികാരിയച്ഛനോട് കുമ്പസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, വികാരിയച്ഛനോട് എങ്ങനെ കുമ്പസാരിക്കും, അല്ലെങ്കിൽ പരിചയമുള്ള അച്ഛന്മാരോട് എങ്ങനെ കുമ്പസാരിക്കും? പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മെ അറിയാവുന്ന അച്ഛന്മാരോട് ഇത് ഏറ്റു പറയണമല്ലോ. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചൊരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം, ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, 3-ാം ദിവസം കുംഭസാരമാണ്. ഇപ്പോൾ പരിചയമില്ലാത്ത അച്ഛന്മാരാണ്, ഒരുപാട് വൈദികരുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാൻ മുട്ടുകുത്തി. അച്ഛൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പുറത്ത് അച്ഛൻ്റെ തൊട്ടിപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട് ചെയറുണ്ട്. അച്ഛൻ പറഞ്ഞു, ചെയറിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛൻ, ഞാൻ ഇവിടെ നിന്ന് കുമ്പസാരിച്ചേക്കാം. ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു, ഇവിടെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ഞാൻ ഇവിടെ നിന്ന് കുമ്പസാരിച്ചേക്കാം. എൻ്റെ പാപങ്ങളെല്ലാം നല്ല സമയമെടുത്ത് ഞാൻ ഏറ്റു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞോ അച്ഛാ. അച്ഛൻ പറഞ്ഞു, ഇനി ഒന്ന് ഇവിടെ വന്നിരുന്നേ. ഞാൻ അടുത്ത് വന്നിരുന്നു, അച്ഛൻ്റെ കസേര വന്നിരുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, ജെഫിൻ ബ്രദർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സകല പിടിയും പോയി. അച്ഛൻ പറഞ്ഞു, ഞാൻ ബ്രദറിൻ്റെ ശുശ്രൂഷ എല്ലാ ദിവസവും കാണാറുണ്ട്, ഒത്തിരി അനുഗ്രഹമാണ്. ഞാൻ കുറച്ചു നേരം ഐസ് പോലെയായി. കർത്താവേ, ഈ അച്ഛൻ്റെ അടുത്താണല്ലോ ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, അതെൻ്റെ ജീവിതത്തിൽ ഈ കൂദാശകളുമായുള്ള ബന്ധത്തിൽ വലിയ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുത്തി. ഞാൻ പറഞ്ഞ പാപങ്ങളെല്ലാം അച്ഛൻ കേട്ടു, അതിന് ആശീർവാദം തന്നു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുക, ജെഫിൻ ബ്രദറെ, എൻ്റെ ഇടവക പള്ളിയിൽ വന്ന് ജെഫിൻ ബ്രദർ ഇടവക ജനത്തെ ധ്യാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഓർത്ത്, കർത്താവ്, ഇത്രയും പാപിയായ എന്നെ അച്ഛൻ വിളിക്കുന്നു. ഞാൻ ഈ അച്ഛൻ്റെ അടുത്തല്ലേ ഇത്രയും നേരം എൻ്റെ പാപങ്ങൾ പറഞ്ഞത്. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഈ അച്ഛൻ്റെ അടുത്തല്ലേ. എന്നിട്ട് ഈ അച്ഛൻ്റെ ഇടവകയിൽ എന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കുംഭസാരക്കൂട്ടിൽ ഒരു പുരോഹിതൻ ഇരിക്കുമ്പോൾ ആ പുരോഹിതൻ അവിടെ അലിഞ്ഞില്ലാതായി മാറി. അവിടെ ക്രിസ്തു, ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന യേശു ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. 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 Hallelujah. നമ്മുടെ പാപങ്ങൾ, നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങൾ ഏറ്റെടുത്ത് ആ പാപത്തിൽ നിന്നുള്ള മോചനം യേശു നമുക്ക് നൽകുകയാ. Praise the Lord. Praise the Lord. നമ്മൾ വൈദികരെയാണ് കാണുന്നതെങ്കിലും കൂദാശകളുടെ സമയത്ത് വലിയ അത്ഭുതം അവിടെ സംഭവിക്കുക. Praise the Lord. Praise the Lord. അന്ന് എനിക്ക് മനസ്സിലായി, പ്രിയപ്പെട്ടവരെ, സഭയുടെ കൂദാശകളുടെ ശക്തി. Praise the Lord. Praise the Lord. അന്നു മുതൽ എനിക്ക്
കുമ്പസാരിക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ പരിചയമുള്ള അച്ഛന്മാരുടെ അടുത്താണ്. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. എൻ്റെ ആത്മീയ പിതാവ് മോൺസിഞ്ഞൂർ ആൻ്റണി അച്ഛൻ, ആൻ്റണി കൊച്ചിയിലച്ഛൻ, അച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അച്ഛന് തിരക്കുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെ ഇടവകയിൽ വികാരി അച്ഛൻ്റെ അടുത്തും കൊച്ചച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. കാരണം ഇത് ദൈവം തന്നെയാണ് സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ കൂദാശകളിലൂടെ സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് സഭയോടും, പരിശുദ്ധ കത്തോലിക്ക സഭയോടും, സഭയിലെ വിശ്വാസ സത്യങ്ങളോടും, കൗദാശിക ജീവിതത്തോടും നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം. അവിടെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. കുമ്പസാരം നമ്മൾ മാറ്റി വയ്ക്കരുത്. വിശുദ്ധ കുർബാന നമ്മൾ മുടക്കരുത്. ഇതിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വരും. ഇവിടെയൊക്കെ നമുക്ക് നിലനിൽക്കാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നത്, ഞാൻ പറയുക, സഭയുടെ മക്കൾക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണെന്നറിയോ? കുർബാനയിൽ നിന്നും, ഈ കൂദാശകളിൽ നിന്നുമാണ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എത്ര ശ്രേഷ്ഠമാണ്, എത്രയോ ശ്രേഷ്ഠമാണ് സഭയും സഭയുടെ കൂദാശകളും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് അനുഭവിച്ചറിയണം. അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ സഭയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. സഭയുടെ കൂദാശകളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള തിരുവചനം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. അവസാന ദിവസം വരെ അവസാന ദിവസം വരെ ഞാൻ അവനെ ഉയർപ്പിക്കും. ഞാൻ അവനെ ഉയർപ്പിക്കും. Praise the Lord. Praise the Lord. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇതെവിടെയുണ്ട്? പരിശുദ്ധ കുർബാനയുടെ ശക്തി, പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, കൂദാശകളുടെ കൂദാശ, ആരാധനകളുടെ ആരാധന എന്നറിയപ്പെടുന്ന പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയാണ് സഭയെ നിലനിർത്തുന്നത്. പരിശുദ്ധ കുർബാനയാണ് സഭയുടെ അടിസ്ഥാനം. പരിശുദ്ധ കുർബാനയാണ് ഒരു ക്രൈസ്തവന്റെ അടിസ്ഥാനം, അടിത്തറ. അതുകൊണ്ട് സഭയോടും കൗദാശിക ജീവിതത്തോടുമുള്ള താല്പര്യം നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതലായി അടുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. സഭയുടെ മതബോധന ഗ്രന്ഥം, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1322 1324 ഖണ്ഡികയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാന ക്രൈസ്തവ പ്രാരംഭത്തെ പൂർത്തിയാക്കുന്നു. മാമോദീസ വഴി രാജകീയ പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയും സ്ഥൈര്യലേപനം വഴി ക്രിസ്തുവിനോട് കൂടുതൽ അഗാധമായി അനുരൂപപ്പെടുകയും ചെയ്തവർ മുഴുവൻ സമൂഹത്തോടും കൂടി കർത്താവിൻ്റെ ബലിയിൽ കുർബാന വഴി പങ്കുചേരുന്നു. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും 1324 ഖണ്ഡികയിൽ പറയുന്നു, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ്. മറ്റു കൂദാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും പ്രേഷിത ദൗത്യ പ്രവർത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
സഭയോടും സഭയുടെ വിശ്വാസ സത്യങ്ങളോടും നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തോടും കൂദാശകളോടുമുള്ള നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ഒരാത്മീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ സമയങ്ങളിൽ ഒരു പാട്ടുപാടി ദൈവത്തെ നമ്മളൊന്ന് മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാ മനുഷ്യരുടെയും മുൻപാകെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ ഒരു നിലനിൽപ്പുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം. എല്ലാ പ്രിയപ്പെട്ട മക്കളും കൈയടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. വലിയ സ്നേഹത്തോടുകൂടി, വലിയ സന്തോഷത്തോടുകൂടി, വലിയ ആത്മീയ നിറവോടുകൂടി ദൈവത്തെ സ്നേഹിച്ച്, സഭയെ സ്നേഹിച്ച്, കൂദാശകളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, വിശ്വാസ സത്യങ്ങളിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, കൈയടിച്ച് പാടി, ആത്മനദിയായി ഒഴുകേണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. അന്ത്യകാല അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, ജീസസ്. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ
പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേൻ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഹാബാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറക്കണമേ, അഭിഷേകം. ആമേൻ, ആമേൻ, ആമേൻ. സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. പരിശുദ്ധാത്മാവേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ കത്തിപ്പടരണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. Praise the Lord.
Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കാൻ, ഒരു സാക്ഷ്യ ജീവിതം നയിക്കാനുള്ള മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവ വചനത്തോടുള്ള ബന്ധം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ജെറോം പറയുന്നത് ഇങ്ങനെയാണ്. സഭയുടെ വലിയ വിശുദ്ധനാണ് വിശുദ്ധ ജെറോം. വിശുദ്ധ ജെറോം പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത, അറിവില്ലായ്മ, ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവവചനം നമുക്കറിയണം. നമുക്കറിയാം, മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു വരുമ്പോൾ യേശുവിൻ്റെ മുമ്പിലേക്ക് ആദ്യം വരുന്നതാരാ? പിശാച. 3 പ്രാവശ്യം യേശുവിനെ ഈ പ്രലോഭകൻ വീഴ്ത്താൻ നോക്കി. എന്നാൽ ഈ 3 സമയങ്ങളിലും കർത്താവ് വചനം പറഞ്ഞുകൊണ്ടാണ് പിശാചിനെ പുറത്താക്കിയത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പൈശാചിക ആക്രമണങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ, ചില അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള നമ്മളെ വീഴ്ത്തിക്കളയുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ നമുക്കെതിരെ വരുമ്പോൾ, നമ്മൾ അവയൊക്കെ വചനമെന്ന വാളുപയോഗിച്ച് നമ്മൾ അറുത്തുമാറ്റണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഈ വചനം നമുക്കറിയണം. നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെ, പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ നമ്മൾ വചനം ഉപയോഗിക്കണം. ഈ വചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനം ആരെല്ലാം വായിക്കുന്നുണ്ടോ, ദൈവവചനം ആരെല്ലാം ധ്യാനിക്കുന്നുണ്ടോ, ദൈവവചനം ആരെല്ലാം പഠിക്കുന്നുണ്ടോ, ദൈവവചനം ആരെല്ലാം മറ്റുള്ളവരോട് പറയുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ പിശാചിന് അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കാരണം അവരുടെ കയ്യിൽ വചനമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-24 തിരുവചനത്തിൽ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഈ കാലഘട്ടത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? വിശുദ്ധ ലിഖിതങ്ങളിലുള്ള അറിവില്ലായ്മ, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ ആ വചനം ആവശ്യ സമയത്ത് നമ്മളിലേക്ക് വരും. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് വചനം വായിക്കുന്ന, വചനത്തിൽ വളരുന്ന, വചനം പറയുന്ന, വചനം പഠിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ പിശാചിന് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു ദമ്പതികള്, മക്കളില്ല, ഭാര്യയും ഭർത്താവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പഴയ വാടക വീടിൻ്റെ കരാറ് കഴിഞ്ഞ് പുതിയ വാടക വീട്ടിലേക്ക് താമസമാക്കിയ അന്ന് രാത്രി പെട്ടെന്ന് തന്നെ അവിടെ വീടിനകത്തൊരു പഴുതാരയെ കണ്ടു. അവരതിനെ തല്ലിക്കൊന്നു.
കുറച്ച് കഴിഞ്ഞ് ബെഡ്റൂമിൽ കയറിയപ്പോൾ അടുത്ത പഴുതാര അതിനെയും തല്ലിക്കൊന്നു. രാത്രി കിടക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ബെഡിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു തേള്. ഇത് കണ്ടതോടുകൂടി ഇവർക്കാകെ പേടിയായി. കാരണം പുതിയ വാടക വീട്ടിലേക്ക് വന്ന രാത്രി അവിടെ കംപ്ലീറ്റ് ക്ഷുദ്രജീവികളാണ്. കർത്താവ്, ഞങ്ങൾ എങ്ങനെ കിടക്കും? പെട്ടെന്നാണ് അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വചനം നൽകിയത്. വചനത്തോട് ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. അവർ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെയാണ് പിശാച് വരുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ചുള്ള വചനം നമ്മൾ ഉപയോഗിക്കണം. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. നമുക്കാവശ്യമായ സകല വചനങ്ങളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്, ഈ ലോകത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും ദൈവവചനത്തിലുണ്ട്. ദൈവവചനത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകാം, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയട്ടെ. നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഈ പുസ്തകം ചുമന്നാൽ നമ്മുടെ കഷ്ടകാലത്ത് ഈ പുസ്തകം നമ്മെ ചുമക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നല്ല കാലത്ത്, നമ്മുടെ നല്ല സമയത്ത് ഈ പുസ്തകം നമ്മൾ എടുത്താൽ, നമുക്കൊരു സമയമുണ്ട്, നമ്മുടെ കഷ്ടകാലത്തിന്റെ സമയം. ഈ ബൈബിൾ നമ്മെ ചുമക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. പിശാചിന് വ്യക്തമായിട്ടറിയാം ആരെ, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് വീഴ്ത്തണമെന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത് നമുക്ക് മനസ്സിലാകണം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരല്ലല്ലോ. ഇവിടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവവചനം ഉപയോഗിക്കണം. നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ, നമുക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, ഇവിടെ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അതിന് വചനവുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇവര് ആകെ പേടിച്ചു. പെട്ടെന്ന് തന്നെ ഇവരുടെ ഉള്ളിലേക്ക് വചനം വന്നു. ലൂക്കാ 10:19. രണ്ടുപേരും മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. വചനം എന്താ പറയുന്നത്? ലൂക്കാ 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാനുള്ള എല്ലാ അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇവർ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അവർ പറയുക, അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. പിന്നീട് ഒരിക്കലും ആ കുടുംബത്തിൽ ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളുടെ ശല്യം ഉണ്ടായിട്ടില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഒന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല. കർത്താവിന്റെ വലിയ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവവചനത്തിന്റെ ശക്തി അതാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവവചനം നമ്മൾ ഉപയോഗിക്കണം. ഈ ദൈവവചനം വെറുതെ നിസ്സാരമാക്കി നമ്മൾ കളയരുത്. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും വചനത്തിന് മാറ്റമില്ല, ദൈവവചനത്തിന് മാറ്റമില്ല. എന്നാൽ ദൈവവചനത്തിന് എന്നെയും നിങ്ങളെയും മാറ്റാൻ സാധിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവവചനത്തിന് മാറ്റമില്ല, എന്നാൽ ഈ വചനത്തിന് എന്നെയും നിങ്ങളെയും മാറ്റാൻ സാധിക്കും. കൊടിയ പാപികളെ മാറ്റാൻ സാധിക്കും. മാനസാന്തരമില്ലാത്തവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഈ വചനത്തിന് സാധിക്കും. അനുതാപമില്ലാത്തവരെ അനുതാപത്തിലേക്ക് നയിക്കാൻ ഈ വചനത്തിന് സാധിക്കും. അവിശ്വാസികളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഈ വചനത്തിന് സാധിക്കും. ദൈവവചനത്തിന് നമ്മെ മാറ്റാൻ സാധിക്കും. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവവചനത്തോട് നമുക്ക് ബന്ധമുണ്ടാകണം. വചനം വായിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും
ബൈബിൾ മുഴുവനായി വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഒരിക്കലെങ്കിലും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 പുസ്തകങ്ങൾ വായിച്ച എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കണം. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം കേട്ടോ. ഇപ്പോഴും വായിച്ചിട്ട് ഇനി സമയമുണ്ട് നമ്മൾ വായിക്കണം. നമ്മെ സ്പർശിച്ച വചനങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. ഈ വചനങ്ങൾ നമ്മൾ വീണു പോകുന്ന സമയത്ത് താങ്ങും തുണയുമായി നമ്മളിലേക്ക് വരും, ശക്തിയായി വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു വചനവും കൂടി പറഞ്ഞ് ഈ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11ഉം 12ഉം തിരുവചനം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11ഉം 12ഉം തിരുവചനം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? പിശാചിൻ്റെ മേൽ. കുഞ്ഞാടിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച, പാപത്തിൽ വീണുപോയ, പാപത്തിൽ നശിച്ചുപോയ, പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യൻ്റെ തിരിച്ചു വരവിന് വേണ്ടി, നശിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി മാറിയ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് അവൻ്റെ മേൽ വിജയം നേടി. പിശാചിന്റെ തലയെ തകർത്ത യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. യേശു ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. സക്രിയ 9:8 വചനത്താൽ ഞങ്ങളെ പൊതിയണമേ. പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 34:7 വചനത്താൽ ഞങ്ങളെ പൊതിയണമേ. ഇവിടെ വചനം പറയുക, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാൻ അവർ തയ്യാറായി. എന്നിട്ട് പറയുക, അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. Praise the Lord. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പിശാച് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൃപ എങ്ങനെ നഷ്ടപ്പെടുത്താം, നമ്മുടെ അഭിഷേകത്തെ എങ്ങനെ തകർക്കാം, പിശാച് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 7ഉം 8ഉം തിരുവചനം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7, 8 തിരുവചനം പറയുന്നു, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. എല്ലാ സമയങ്ങളും നമ്മൾ ഉണർന്നിരിക്കണം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളും ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി നമ്മൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥമുണ്ടാവണം.
വെറുതെ ജീവിച്ച് മരിച്ചു പോകാനുള്ളവരല്ല നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. സാക്ഷികളായി ജീവിക്കണം. യേശുനാമം നമ്മൾ ഏറ്റുപറയണം. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയും. ലജ്ജിക്കരുത്. യേശുവിനെ ഏറ്റുപറയണം. വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ 3 ദിവസങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വചനാഭിഷേകം എന്ന ഈ ധ്യാനത്തിലൂടെ ലഭിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, വിശ്വാസത്തിൻ്റെ അഭിഷേകം, ഇതെല്ലാം നിലനിർത്തുവാനുള്ള അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുക. മരണം വരെ കർത്താവെ അങ്ങയോട് കൂടെ ആയിരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഈശോയേ, ഞങ്ങളുടെ പൊന്ന് കർത്താവേ, നിലനിൽപ്പിന്റെ വര ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, വീണു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നൽകണമേ. നല്ലൊരു സാക്ഷിയാക്കി, നല്ലൊരു വിശ്വാസിയാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, കൗദാശിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധാത്മാവേ. യേശുവേ നാഥ, കർത്തനാം രക്ഷകൻ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം ഇന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നു നീ യോഗ്യനാ.
പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ. അത് 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, പാപത്തിൽ വീണു പോകാതെ നിലനിൽക്കുവാനുള്ള നിലനിൽപ്പിന്റെ വരം, നല്ലൊരു ആത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. നല്ലൊരു വിശ്വാസ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, 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 യേശുവേ നീ പരിശുദ്ധൻ, 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 ബലവാനേ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, വിട്ടുകളയരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലും, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ മേൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നിയോഗങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.